ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതായത് ആഹ്, നമ്മൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായ സമയത്ത് ഈ ഫലസ്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അവിടെയുള്ള ഹമാസ് ഭീകരരുണ്ടല്ലോ, ആ ഹമാസ് ഭീകരരെ ഇവിടെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം. അപ്പോ കേരള ഹമാസ് ഘടകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയൊക്കെ ഇവരെയൊക്കെ വിളിക്കാറുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇവരൊരു ഫലസ്തീൻ ഭീകരനെ കൊണ്ടുവന്ന് ഇവരുടെ ആ ഒരു ഫലസ്തീൻ അനുകൂല സമ്മേളനത്തിൽ പ്രസംഗിപ്പിക്കുന്നു. വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവരെ ഈ ഹമാസിനെ ഇന്ത്യ നിരോധിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഭീകരന്മാരെ എല്ലാം ഇവർ വിളിച്ച് ഈ സമ്മേളനത്തിൽ പ്രസംഗിപ്പിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. മറിച്ച് ഒരു ISIS-ന്റെ തലവനെ ഇവർക്ക് വിളിക്കാൻ ധൈര്യമില്ല. ഇപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനെ പോലും വിളിക്കാൻ ധൈര്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ഈ ഹമാസിന്റെ തലവനെ വിളിച്ച് വലിയ രീതിയിൽ പൂമാലയിട്ട് ആനയിച്ച് ഇവിടെ ഭയങ്കരമായിട്ട് ഇവര് കൊട്ടിഘോഷിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പാക് അധീന കശ്മീരിൽ ഈ ഭീകരന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ ഭീകരന്മാരുടെ ഈ സമ്മേളനത്തിൽ ഇതേ ഹമാസിന്റെ തലവനായിട്ടുള്ള ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. കാശ്മീർ ഐക്യദാർഢ്യ സമ്മേളനമാണ് നടത്തിയത്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇത് നടത്തിയത്. ഇവർ പറഞ്ഞത് ദില്ലിയിൽ രക്തം ചിന്തിയും ഞങ്ങൾ കശ്മീരിനെ മോചിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അതിനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞുവെന്നും കശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ എന്നാണ് ഇവർ അതിന് പേരിട്ടിരിക്കുന്നത്. ഇത് ആരംഭിച്ചു കഴിഞ്ഞെന്നും ഫലസ്തീൻ മുജാഹിദും ഇന്ത്യൻ മുജാഹിദും ഒന്നാണ് എന്ന രീതിയിലുമാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫലസ്തീനെയാണ് ഇവിടെ വിളിച്ച് ഇവർ വലിയ രീതിയിൽ ആനയിച്ച് പൂമാല കൊടുത്ത് സ്വീകരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണം, കശ്മീർ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്ത് സമവായത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വച്ചടി മുകളിലോട്ട് കയറി പോവുകയാണ്. പോരാത്തതിന് പാകിസ്ഥാൻ മൂന്നായിട്ട് പിരിയാൻ പോവുകയാണ്. ടെഹ്രീക്ക് താലിബാൻ അകത്തുണ്ട്, താലിബാൻ പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ബലൂചിസ്ഥാനിൽ ബലൂച്ച് ആർമി സൈനികരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവര് തജീക്കിസ്ഥാനിൽ പോയി സഹായം ചോദിച്ചു. തജീക്കിസ്ഥാനിൽ നിന്ന് സഹായം കിട്ടിയില്ല താലിബാനെതിരെ. കാരണം തജീക്കിസ്ഥാൻ ഇന്ത്യയുടെ നല്ല സുഹൃത്താണ്, ഇന്ത്യക്ക് അവിടെ വ്യോമത്താവളമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. കാരണം നമ്മുടെ ഈ നീക്കങ്ങളൊന്നും നമ്മളിങ്ങനെ ട്രംപിനെ പോലെ ഒന്നും വിളിച്ചു പറയാറില്ലല്ലോ, ഞാൻ അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും. നമ്മളതൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ കൃത്യമായിട്ട് ഡീല് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ പോരാത്തതിന് അഫ്ഗാനിസ്ഥാൻ നമ്മളോട് അടുക്കുന്നു. അഫ്ഗാനിസ്ഥാൻ പറയുന്നു അവരുടെ മണ്ണിൽ ഇന്ത്യക്കെതിരെ ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല എന്ന് പറയുന്നു. ആകപ്പാടെ പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്നത്, പാകിസ്ഥാന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ISI ചാരന്മാരെ അയച്ച്, പാകിസ്ഥാന്റെ സംഘടനയായിട്ടുള്ള ISI ചാരന്മാരെ ബംഗ്ലാദേശിലേക്ക് അയച്ച്, ബംഗ്ലാദേശിൽ അവിടെ 27 വർഷങ്ങൾക്ക് ശേഷം പാക് പട്ടാളം കയറുകയാണ്. അതായത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം 27 വർഷത്തിന് ശേഷം പാക് പട്ടാളം അകത്ത് കയറുകയാണ്. ഈ ഫെബ്രുവരിയിൽ അവരവിടെ ചെല്ലും, ഒരു വർഷം അവിടെ തമ്പടിക്കും. അങ്ങനെയുള്ള ഒരു സാധനമാണ് അവിടെ ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ റോഹിംഗ്യൻ തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ പാകിസ്ഥാൻ ചെയ്യുമ്പോഴും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നു. അത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമ്മൾ ഇന്ത്യ ആണെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലുള്ള തന്നെ ചില പുരോഗമനവാദികളുണ്ടല്ലോ, പറയും നിങ്ങൾ ഇങ്ങനെ കോൺസ്പിറസി തിയറികളൊന്നും അടിക്കരുത്, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ വെറുതെ ഇത് മോദി അറിഞ്ഞോ, ഇത് അജിത് ഡോവൽ അറിഞ്ഞോ. ബംഗ്ലാദേശിൽ അവിടെ ഇന്ത്യക്കെതിരെ ഒരു കോൺസ്പിറസി ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ കോപ്പ് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈനികരുടെ കൂട്ടമരണം നടക്കും, ബലൂച്ച് ആർമി കയറി അടിക്കുന്നു. ഈ ബലൂച്ച് ആർമിക്ക് നമ്മൾ രഹസ്യമായിട്ട് ചെലവും കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിവ്. പക്ഷെ അത് പരസ്യമല്ല, അത് രഹസ്യമാണ്. വേണമെങ്കിൽ പരസ്യമായിട്ടുള്ള രഹസ്യമാണെന്ന് പറയാം. ഈ താലിബാൻ ഇവിടെ അതിർത്തിയിൽ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പാകിസ്ഥാൻ മൂന്നായിട്ട് പിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്, ഞങ്ങൾക്കിനി നിങ്ങളുമായിട്ട് സംസാരിക്കണം, മോദിയെ കാണണം, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം, ഞങ്ങൾക്ക് കശ്മീരൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡീൽ ചെയ്യാം, പറഞ്ഞു തീർക്കാമെന്നവരെ വലിയ രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത്. കഴിഞ്ഞ ദിവസം ഇത് വലിയ സംഭവമായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ ഹമാസ് തലവൻ അവിടെ വന്നിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കശ്മീര് മോചിപ്പിക്കുമെന്ന്. ഈ ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചാൽ തീരാവുന്ന കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. ഇത് എന്താ തോന്നുന്നത്? ഇത് ഈ ഫെബ്രുവരി 5 എന്ന് പറയുന്നത് എല്ലാ വർഷവും പാകിസ്ഥാനിൽ ഔദ്യോഗികമായി തന്നെ കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കാറുള്ളത്. അത് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഒരു ചടങ്ങ് തുടങ്ങി വെച്ചത്. ഇത്തവണ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, കോളേജുകൾ,
സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി കൊടുത്തു. ഒരു പബ്ലിക് ഹോളിഡേ ഉം, ആയിരുന്നു ഇത്തവണ ഈ ഉം, ഈ ഫെബ്രുവരി 5 എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ കാശ്മീർ ഐക്യദാർഢ്യ സെമിനാറുകൾ, റാലികളൊക്കെ പാകിസ്ഥാനിലെമ്പാടും നടന്നിരുന്നു. അപ്പോ ആഹ് ഈ പാക് അധിനിവേശ കാശ്മീരിൽ ലഷ്കർ എ തോയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഒപ്പം തന്നെ ഹമാസിന്റെ നേതാക്കൾ അവർ ഒത്തുകൂടി ഈ പറയുന്ന ഹമാസിന്റെ നേതാവ് ഡോക്ടർ ഖാലിദ് അൽ ബദൂമി ആണ് അതിൽ പങ്കെടുത്തത്. അദ്ദേഹം ഇറാനിൽ ഉം, നിന്നാണ്, സോറി, ദുബായിൽ നിന്നാണ് അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയത്. അപ്പൊ പങ്കെടുത്തിരുന്നു. ഇന്ത്യക്കെതിരെ വലിയ പോർവിളികൾ മുടക്കിയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ വാർത്തയ്ക്ക് പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഇല്ല, ഇന്റലിജൻസ് വൃത്തങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതുമയില്ല. കാരണം മുൻപ് തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പ് ഒരു റിപ്പോർട്ട് ഇത് കണക്ക് നൽകിയിരുന്നു. കാരണം ഈ ഹമാസിന് ഫണ്ട് ചെയ്യുന്നതും ഒപ്പം തന്നെ ഹമാസിന്റെ ഈ സൈനികരെ പരിശീലിപ്പിക്കുന്നതും പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ ഉം, ഹമാസ് ഈ നമ്മുടെ നാട്ടില് ഈ ഹമാസിനെ പിന്തുണച്ചൊക്കെ എത്തുന്നവരൊക്കെ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു സഹതാപം കൊണ്ടോ പെട്ടെന്ന് ഹമാസിനുള്ള സ്നേഹം കൊണ്ടോ അല്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ടും സിമിയുമായും ജമാഅത്ത് ഉം, ഇസ്ലാമിയുമായും മറ്റു ചില സംഘടനകളുമായി കാലങ്ങളായിട്ട് ഹമാസിന് ഇന്ത്യയിൽ ബന്ധമുണ്ട്. അവർക്ക് കാലങ്ങളായി ബന്ധമുണ്ട്. ഇവരുടെ കൊടിയുടെ കളർ, ഉം, പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിയുടെ കളറുകൾ നോക്കിയാലും മതിയാവും. ബന്ധമുണ്ട്. ഉം, ഒരേ ഐഡിയോളജിയാണ്, പരസ്പരം കണക്ട് ചെയ്യുന്നവരാണ്. അതായത് പുതിയതായിട്ട് ഹമാസ് വരുന്നതല്ല കേരളത്തിലോ ഇല്ല അതിർത്തിയിലോ ഒന്നും. ഇപ്പൊ ഇത് ഉം, ഹമാസ് പരസ്യമായി വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അതായത് നമ്മുടെ അതിർത്തിക്കപ്പുറം നിന്നിട്ട് ഹമാസ് പറയുന്നു ഞങ്ങൾ കാശ്മീർ മോചിപ്പിക്കുകയാണ്, ഉം, പലസ്തീൻ മുജാഹിദിനെ പോലെ തന്നെയാണ് ഞങ്ങൾ കാശ്മീർ മുജാഹിദുകളും എന്ന് പറയുന്നു. അതായത് ഇപ്പൊ ഇസ്രായേൽ അവർ മോചിപ്പിച്ച സ്ഥിതിക്ക് അവരിപ്പോ ഫ്രീ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ കാശ്മീരിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ഉം, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഹമാസിനോട് ഉം, നമ്മുടെ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിബദ്ധത തോന്നുന്നു. അവർക്ക് വേണ്ടി ഘോരഘോരം ചാനലിൽ ചർച്ച നടത്തുന്നു, ചാനലുകൾ തന്നെ അവർക്ക് വേണ്ടി ചർച്ചകൾ ഒരുക്കുന്നതും അവരെ കോഴിക്കോട് അടക്കമുള്ളവരെ ഓൺലൈനിൽ കൂടെ ഈ ഹമാസ് നേതാക്കളെ മീറ്റിങ്ങുകളിലും മറ്റും പങ്കെടുപ്പിക്കുന്നതും ഒക്കെ പെട്ടെന്നുണ്ടായ വികാരമല്ല. അതെ അതെ. സേവ് ഗാസയുടെ വികാരമല്ല. പകരം ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അവരുമായി ബന്ധമുണ്ട്, ഇവർക്ക് ബന്ധമുള്ള ഉം, സംഘടനയാണ് ഇവരുമായിട്ടൊക്കെ. ഇത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. പിന്നെ തനിഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹമാസിനെ ഇന്ത്യക്ക് നിരോധിച്ചൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് നിരോധിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് നിരോധിക്കണമെങ്കിൽ 2 ഓപ്ഷനാണുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഉം, ഭീകര സംഘടനകൾ അവരുടെ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് നമ്മൾ നിരോധിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാ നിരോധനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഹമാസിനെ നിരോധിക്കണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ഭീകര പട്ടികയിൽപ്പെടുത്തി നിരോധിക്കണം. നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലേക്ക് അത് നീങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ശരി. നിൽക്കുകയും ആ ഒരു ലെവലിലേക്ക് ഇത് മാറുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക്, പക്ഷേ ഹമാസിനെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് അനുവദിക്കാറില്ല. നിരോധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ പ്രവർത്തനങ്ങൾ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ടാണ് ഹമാസിന്റെ കൊടിയും പിടിച്ചിട്ട് യു-പിയിലും മറ്റും പ്രകടനം നടത്തുന്നവരൊക്കെ ഒക്കെ അകത്തിടുന്നത്, UAPA ചുമത്തുന്നത്. കാരണം നിരോധിച്ചില്ലെങ്കിലും നിരോധിക്കപ്പെടുന്നത് പട്ടികയിലുള്ള സംഘടനയാണ്. നമ്മുടെ രാജ്യമല്ല ഉം, അത് നിരോധിക്കേണ്ടത്, അന്തർദേശീയ തലത്തിലുള്ള ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട സംഘടനയാണ്. അപ്പോ നമ്മുടെ രാജ്യം നിരോധിച്ചില്ലെങ്കിലും നിരോധിക്കുന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹമാസ് അനുകൂല പ്രകടനങ്ങളൊന്നും നമ്മൾ നടത്താതെ. പക്ഷെ അതും ലംഘിച്ചുകൊണ്ട് കേരളത്തില് നമാസ് നടത്തി, മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട് ഹമാസിന്റെ അതെ കമാൻഡർ അതെ അതെ മരിച്ചപ്പോ. അതെ. ഇത് ആലുവയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ഉം, നാട്. അത് അവിടെ നിൽക്കട്ടെ. അത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഇപ്പോൾ ഈ കാശ്മീരിലേക്ക് ഹമാസ് കൂടി കടന്നു വരുമ്പോൾ ഹമാസും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തോയ്ബയും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരെ ഉം, സംബന്ധിച്ച് ഇനി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇനി കൂടുതൽ കയറി ചൊറിഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും തന്നെയില്ല. പുതുമ നഷ്ടപ്പെട്ട ഒരു സാധനം, അടിച്ചു കയറി ജയിക്കാൻ പറ്റില്ല. ഇസ്രയേലുമായിട്ട് അവർക്ക് ഒരു കാലത്തും ജയിക്കാൻ പറ്റില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പുതുമയാണ് ലോകത്തിന് മുമ്പിൽ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രത്തെ ഞങ്ങൾ ആക്രമിക്കുന്നു, അതിനെ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഇത്. കാരണം ഈ ഭീകരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണസമ്പാദനം തന്നെയാണ്. കാരണം ഇവർക്ക് ഫണ്ട് വേണം. ഫണ്ട് വേണമെങ്കിൽ ഇവർ ഉം, വെറൈറ്റി ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അങ്ങനെയാണല്ലോ, വെറൈറ്റി ഉള്ള പ്രൊജക്ട് കൊടുക്കുമ്പോഴാണ് എന്തും നമുക്ക് ഫണ്ട് കിട്ടുന്നത്. സെയിം പ്രൊജക്ടുകൾക്ക് ഫണ്ട് അതെ. കിട്ടാറില്ല. അപ്പൊ ഇത്രയും നാൾ അവരുടെ പ്രൊജക്ട് മെയിൻ ആയിട്ട് ഈ ഇസ്രായേലിനെ ആക്രമിക്കുക, എന്നിട്ട് പിന്നെ നോമ്പ് കാലത്ത്, അതായത് ഈ ഉം, പരിശുദ്ധ റംസാൻ കാലഘട്ടത്തിൽ പണി എരന്ന് വാങ്ങുക, എന്നിട്ട് അത് വെച്ചിട്ട് ഉം, ഉം, ഉം. സക്കാത്ത് പിരിവുകൾ നടത്തുക. അതായത് ഈ വലിയ അതെ അതെ. രീതിയിൽ പിരിവ് കിട്ടും. അതായിരുന്നു അവരുടെ ബിസിനസ്. അങ്ങനെ പലയിടത്തും ബിസിനസ് പോയി. കാരണം ഈ ഇസ്രായേലിന്റെ അപ്പൊ ഇസ്രായേലിന് അപ്പുറത്തേക്ക് ഇന്ത്യ പോലെ ഒരു ശക്തമായ രാജ്യത്തിനെതിരെ ഞങ്ങൾ പോരാടുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും കൂടെ ബാക്കി പൈസ കൂടെ പിടുങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഹമാസും ഉം, ടീമിന്റെ ഒക്കെ ലക്ഷ്യം ഇതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഭീകരന്മാരുടെയൊക്കെ ജീവിത രീതികളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഉം, കേട്ടിട്ട് ഇവിടെ തുള്ളാൻ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അവർക്ക് വേണ്ടി ചർച്ച നടത്താൻ മുഖ്യധാരാ ചാനലുകളുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ നേതാക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രകടനം നടത്താൻ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി കമന്റ് ഇടാൻ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പോസ്റ്റ് ഇടാൻ ആൾക്കാരുണ്ട്.
അതാണ് അവരുടെ വിജയം. അവരെന്ത് തന്നെ ലോകത്തെമ്പാടും ചെയ്താലും അവർ നിരപരാധികളാണെന്നാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പുങ്കവന്മാർ പറയുന്നത്. അതായത് അവരെന്ത് തന്നെ ചെയ്തു കൊള്ളട്ടെ, ഇപ്പൊ ഫലസ്തീൻകാര് കൊന്നോട്ടെ, ബലാത്സംഗം ചെയ്തോട്ടെ, പീഡിപ്പിച്ചോട്ടെ, കുട്ടികളെ കൊന്നോട്ടെ, ഇസ്രായേലിൽ കയറി എന്ത് അട്രോസിറ്റീസും കാണിച്ചോട്ടെ, അവരെന്ത് ചെയ്താലും അവർ നിരപരാധികളാണ്, നിരുപാധികം നിരപരാധികളാണ് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മൈൻഡ് സെറ്റ് ആണ് ഇത്. അതിൽ ഭീകരന്മാരുടെ ഏറ്റവും വലിയ വിജയം അതാണ്. അവന്മാരുടെ ഈ പൊട്ടത്തരത്തിന് ഇല്ല ഊളത്തരത്തിന് ഓരോ രാജ്യത്തും അത് കണക്കുള്ള ഊളകൾ കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം. ഇപ്പൊ ഹമാസ് വന്ന് കാശ്മീർ Correct. പിടിക്കുന്നു എന്ന് പറയുമ്പോ എന്തിനാണ് പറയുന്നത്? ഇത് ഇപ്പൊ പുതിയ വാർത്തയല്ല ധനുഷ്. ഇത് നമ്മൾ രണ്ടും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം മുമ്പ്. ഉം. അതായത് ഉം. ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇവിടെ ഒരു ഭൂപടം തയ്യാറാക്കിയിരുന്നു. അതായത് കാശ്മീരിൽ ഹമാസിന്റെ പതാക ഉയരുന്നത്, ആ. കാശ്മീർ ഹമാസ് ഘടകം രൂപീകരിച്ചവര്, കാശ്മീർ ഉം. ഘടകം ഉം. രൂപീകരിച്ചു, അതിന്റെ പതാക, ഇതൊക്കെ പടത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഉം. നമ്മുടെ ഫോട്ടോഷോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കാശ്മീരിൽ ഇങ്ങനെ ഹമാസിന്റെ പതാക ഉയരുന്നു. എന്നിട്ട് ഉം. അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പച്ച കളറാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും സിമിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ്. ഈ ഉം. ഹമാസിന്റെ ലക്ഷ്യവും അതാണല്ലോ. അല്ലാതെ കാശ്മീർ പിടിച്ചെടുത്ത് അവിടെ എന്തെങ്കിലും നടപ്പാക്കാനോ പുതിയ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കാനോ ഒന്നും അല്ലല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക രാജ്യമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇന്ത്യയില് ഇവിടെയൊക്കെ കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിൽ അതിന്റെ പിന്നെ ഇമേജുകൾ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു, പോസ്റ്ററുകൾ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോപ്പുലർ ഫ്രണ്ട് അകത്ത് പോയില്ലായിരുന്നു എങ്കിൽ അവരുടെ കുറെ നേതാക്കന്മാരെ ഇപ്പൊ തന്നെ ഹമാസിന് കിട്ടിയേനെ. ഏതായാലും അവരുടെ ഈ താഴെത്തട്ടിലുള്ള അണികളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ ഈ ഇടതുപക്ഷമാണ് കേരളത്തില് ഇത്തരം ഈ ഹമാസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇപ്പൊ ഹമാസിനെ സ്നേഹിക്കാനോ ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യങ്ങളോ ഒന്നും അല്ല. അവർക്ക് 10 വോട്ട് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനം വന്നെങ്കിലും അവരുടെ അണികൾ ഇപ്പോഴും സജീവം തന്നെയാണ്. ഗൾഫ് ഉം. രാജ്യങ്ങളിലടക്കം അവർ സജീവം തന്നെയാണ്. പക്ഷെ അവരുടെ പിന്നാലെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ ഉം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പൊ ഹമാസ് എത്തുന്നു, അവര് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നിട്ട് ഇന്നലെ അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സൈഫ്, അതുപോലെ കമാൻഡർ അസ്ഗർ ഖാൻ, മസൂദ് ഉം. ഇല്യാസ് തുടങ്ങിയവരൊക്കെയാണ് ഇത് പങ്കെടുത്തിരിക്കുന്നത്. ആ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് വലിയൊരു ചടങ്ങായിട്ടാണ് അവർ കൊണ്ടുവന്നത് ഹമാസിന്റെ ലീഡറെ. അപ്പോൾ അവിടെ വെച്ചാണ് പറയുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കുന്നത്. അതായത് ഹമാസ് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് പുതുമയില്ല. ഹമാസ് ഇന്ത്യയിൽ ആക്രമണ പ്രവർത്തനം നടത്താനും ഇന്ത്യയിൽ അവർ ഹമാസ് സംഘടന രൂപീകരിക്കാൻ ശ്രമിക്കുന്നു പുതിയ വാർത്തയല്ല. പക്ഷെ ഇപ്പോഴിത് പരസ്യമായി വന്നു ഇത് പാക് അധീന എന്നുള്ളതാണ്. കശ്മീരിലാണല്ലോ ഈ സമ്മേളനം നടന്നത്. അപ്പൊ അതെ, അവിടെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതായത് പാക് അധീന കശ്മീരിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത്, അവർക്ക് എപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് പോകണമെന്ന് താല്പര്യമുള്ള ഒരു ജനതയാണല്ലോ. സമാന്തരമായിട്ടുള്ള ഒരു ഗവൺമെന്റും അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സമാന്തരമായിട്ടുള്ള ഒരു ഭരണഘടന പാക് അധീന കശ്മീരിന് മാത്രമുണ്ട്. അപ്പോ അവിടുത്തെ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരുടെ മൈൻഡ് സെറ്റും ഇങ്ങനെയാണോ? എന്റെ ധനുഷ, ഈ പാക് അധിനിവേശ കാശ്മീരിലൊക്കെ നടക്കുന്നത് ഇവര് തോക്ക് കാണിച്ച് ഭയപ്പെടുത്തിയിട്ടാണ് ജനങ്ങളെ ഉം. അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇത് പാക് സർക്കാർ ഉം. തന്നെ ഫെബ്രുവരി 5-ന് കാശ്മീർ ഐക്യദാർഢ്യ ദിനമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് സർക്കാർ ഉം. സ്പോൺസേഡ് ഉം. പ്രോഗ്രാമാണിത്. അവിടെ ജനങ്ങളോട് വന്നിട്ട് ഈ അധികാരികളും പട്ടാളക്കാരും ഈ ഇതിന്റെ ഇവന്മാരുടെ കമാൻഡർമാരും നാളെ അവിടെ വന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരൊക്കെ അവിടെ ഇരുന്നേ കഴിയൂ. കാരണം അവർക്ക് നാളെയും അവിടെ ജീവിക്കേണ്ടതാണ്. ഇതിനെ എതിർക്കാൻ കഴിയില്ല, ഭീകരന്മാരാണ്. അവര് വന്നിട്ട് പറയുകയാണ്. ഇതിന്റെ ഒരു ആത്യന്തിക ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോൾ നിലവിൽ ട്രംപ് ഇന്നലെ ഒരു കരാർ, ഒരു ഉത്തരവ് കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പുള്ളി തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു ഉം. പാസ്റ്ററിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി നമ്മൾ ശക്തമായി തിരിച്ചു വരണം, നമ്മുടെ രാജ്യം ശക്തമാകണം. അത് ക്രിസ്ത്യാനിറ്റി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അടിക്കുക എന്നുള്ളത്. കാരണം ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരാണല്ലോ. അപ്പൊ അവരെ അതെ. തകർക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഈ ഹമാസ് ഉൾപ്പെടെയുള്ളവർ വരും. ഇപ്പൊ ഈ കാശ്മീരിലേക്ക് അവർ തിരിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൈന്യം അടക്കമുള്ള ഒരു ജാഗ്രതയിലാണ്. തിരിയുന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശേഷം നമ്മുടെ കൈകൂടെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം ഉം. ഹമാസ് ഇസ്രയേലിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം വാങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കിഴക്കോട്ട് നീങ്ങിയിട്ട് ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചിട്ടായിരിക്കും ഈ പക്ഷെ അവർ പോകാനുള്ള ശ്രമം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് ഇതിപ്പോ പരസ്യമായിട്ട് വരുന്നു. കാരണം അവർ പരസ്യമായിട്ട് അതിൽ പങ്കെടുക്കാനും ഇങ്ങനെ പ്രസ്താവന നടത്താനും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലുള്ള ഈ ഹമാസ് അനുകൂലമായ ആളുകളാണ്. ഹമാസിന്റെ കാശ്മീർ ഘടകം രൂപീകരിച്ചതായി മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ മുമ്പ് വാർത്ത ചെയ്തിരുന്നതാണ്. ഉം. ഉം. ഏതായാലും ഇത്തരത്തിലുള്ള സംഘടനകൾ ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോബിയും ഹമാസും കൂടെ ചേർന്നുകൊണ്ടാണ് പുതിയ പ്രവർത്തനം. അപ്പൊ ഇനിയും നമ്മുടെ നാട്ടിലൊക്കെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരും കമന്റ് ഇടുന്നവരും, ഒപ്പം തന്നെ ഈ അവർക്ക് ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നവരും അവരെ ഓൺലൈനിൽ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും.
കാരണം ഈ ലഷ്കർ-എ തോയ്ബയും ജയ്ഷെ മുഹമ്മദും ഒക്കെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകളാണ്. അധികം വൈകാതെ ഹമാസും ആ ലിസ്റ്റിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതുവരെ അതിനോട് ഒട്ടി നിന്ന മറ്റു ചില സംഘടനകളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത്രയും നാള് പാകിസ്ഥാൻ വിചാരിച്ചിട്ടും പാകിസ്ഥാൻ ലോകത്തുള്ള സകലമാന ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് കാശ്മീരിലൊന്നും സംഭവിച്ചില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ധനുഷ് പറഞ്ഞ കണക്ക് ഈ ഷഹബാബ് ഷെരീഫ് ഷഹബാബ് ഷെരീഫ് നമ്മുടെ ഈ ചർച്ച നടത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് ചർച്ച നടക്കാൻ യാതൊരു സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ കാശ്മീർ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ കാശ്മീർ വിഷയം നമുക്ക് ചർച്ച ചെയ്യാന്നുള്ള പറയുന്നുണ്ട്. ചർച്ച പക്ഷെ ചെയ്യാം. ഇന്ത്യയുടെ നിലപാട് കാശ്മീർ വിഷയം ലോകത്ത് ആരുമായി ചർച്ച ചെയ്യില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാനായിട്ട് കാശ്മീർ വിഷയം ചർച്ച ചെയ്യുന്നത്? നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ട് കാര്യമാണ്, കാശ്മീർ നമ്മുടെ ആഭ്യന്തര വിഷയമാണ്. അത് ഇന്ത്യ ലോകത്ത് ഒരു നമ്മുടെ രാജ്യമാണ്. രാജ്നാഥ് സിംഗ് കശ്മീർ വിഷയം ചർച്ച ചെയ്യാമെന്ന് നേരത്തെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നപ്പോൾ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കശ്മീർ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എപ്പോ കശ്മീർ പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് വിട്ടു തരും എന്നുള്ളത് മാത്രം എന്നാണ് പറഞ്ഞത്. അതെ, അത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ വളരെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ക്ലിയർ ആയിട്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കാശ്മീരിന്റെ പേരിൽ ഇനി ലോകത്ത് ഒരിടത്തും ചർച്ചയില്ല, ഒരാളുമായിട്ടും ചർച്ചയില്ല. കാരണം അത് ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. അത് ഞങ്ങൾ വേറൊരു രാജ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ കാശ്മീർ വിഷയം ഇവരിപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ബലൂചിസ്ഥാനിൽ നടക്കുന്ന ഒരു സ്വതന്ത്ര സമരമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ, സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടിയിട്ട്. അത് അവിടെ കിടക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങളാണ് അവർ ആദ്യം പരിഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്, നിങ്ങൾ ആദ്യം ബലൂചിസ്ഥാന്റെ കാര്യം നോക്കും, ഞങ്ങളുടെ രാജ്യത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കും എന്നുള്ളത്. അപ്പൊ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് ചർച്ച നടത്താൻ സാധ്യതയില്ലെന്നല്ല, അത് ചെവിക്കൊള്ളുക പോലുമില്ല. അതിന് പകരം ഈ അവിടുത്തെ പ്രധാനമന്ത്രി പറയേണ്ടിയിരുന്ന ഒരു കാര്യം, നമുക്ക് വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാൻ ചർച്ച നടത്താം എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട്. അതിൽ കാശ്മീരിന്റെ പേര് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവന പോലും ഇന്ത്യയിൽ ആരും ചെവി കൊടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല അതിന്. കാരണം കാശ്മീർ ഇഷ്യൂ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതോടുകൂടി അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗം ആ ഒരു ഇതിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ പ്രത്യേക അധികാരവും പദവിയും ഒന്നും ഇപ്പൊ കാശ്മീരിലില്ല. അതായത് പ്രത്യേകമായിട്ട് പല സെൻസിറ്റീവ് ഏരിയ പോലെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ അത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഭാഗം തന്നെയാണ്. അവിടെ ഇനി ആരുമായിട്ട് ചർച്ചയില്ല. പക്ഷെ ഇവിടെ ഇത് അപകടകരമായ ഒരു പോക്കാണ്. കാരണം ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ അടക്കം കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ മുൻപ് വന്നിരുന്നു. ഏതായാലും വളരെ അപകടകരമായ കാര്യം. അതുകൊണ്ട് ഈ ഹമാസിന് പുകഴ്ത്തി പോസ്റ്റ് ഇടുന്നവർ ആലോചിക്കുക, അവർ ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഘടകം കശ്മീരിൽ രൂപീകരിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഇത് നിരീക്ഷിക്കുന്നില്ലായിരുന്നു? ഇതിനെതിരെ ഒരു നടപടിയും കേന്ദ്ര സർക്കാർ എടുത്തൊന്നും കണ്ടിട്ടില്ല. അല്ല, ഈ സംഘടന രൂപീകരിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങളുടെ രഹസ്യാന്വേഷണ അന്വേഷണത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്ത് രൂപീകരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് ഇപ്പോ ABVP-യുടെ SFIയുടെ യൂണിറ്റ് രൂപീകരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അവര് ഒരു പോസ്റ്റ് എവിടെങ്കിലും ഇടും, ഈ ഞങ്ങൾ സജീവമാകുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവരാരും പ്രത്യക്ഷത്തിൽ കാണത്തില്ല. ഇവിടെ എവിടെ നിന്നോ ഇവരുടെ ഒരു പോസ്റ്റുകൾ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ഭീകരന്മാരെയും ആളുകളെയും പിടികൂടി കഴിയുമ്പോൾ ഇവരുടെ ഈ മൊബൈൽ ചാറ്റുകളോ ഇല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസോ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഹമാസ് കാശ്മീർ ഘടകം എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് നൂറുകണക്കിന് ഇന്ത്യയിലുള്ള ഭീകര സംഘടനകളെ പൊക്കുന്നതിന്റെ പ്രധാന കാരണം അങ്ങനെയാണ്. ഈ ABK ഉണ്ടല്ലോ, നമ്മുടെ ബംഗ്ലാദേശിലെ ഭീകര സംഘടന, അവരെയൊക്കെ പിടികൂടുന്ന ഇങ്ങനെയാണ്. പല പേരുകളിലാണ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. ഇവരോട് ചോദിച്ചു ചെല്ലുമ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ കാശ്മീർ ഘടകം രൂപീകരിച്ചു എന്ന് വലിയ വാർത്ത തന്നെ ഉണ്ടായിരുന്നു അവിടെ പിടികൂടിയപ്പോ. പക്ഷെ അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു രൂപീകരണമല്ലല്ലോ, ഒരു സംഘടന രൂപീകരിക്കുന്നത് പോലെ അല്ലല്ലോ രൂപീകരിക്കുന്നത്. സ്വാഭാവികമായി ഇവരുടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇങ്ങനൊരു സംഘടന സജീവമാണ് എന്നറിയുന്നത്. പോപ്പുലർ ഫ്രണ്ട് വളരെ കാലം അങ്ങനെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, സിമി അങ്ങനെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒടുവിലാണല്ലോ അവർ കുറച്ച് ശക്തമായി തോന്നിയപ്പോഴാണ് അവർ കുറച്ചുകൂടെ മുമ്പോട്ട് പുതിയ വന്നിട്ടുണ്ടല്ലോ, അതും സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ 17 സംഘടനകളായിരുന്നു. കർണാടക ഒന്ന്, ആന്ധ്രാപ്രദേശിലൊന്ന്, ഒറീസയിലൊന്ന്, അങ്ങനെ വിവിധ സംഘടനകളാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന പേരല്ല. ഒടുവിലാണല്ലോ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് പോപ്പുലർ ഫ്രണ്ട് ആയത്. അവിടെ എല്ലാം ഈ ചാരിറ്റിയുടെ പേരില്, ഇവരുടെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ പോലും ഇതുമായി യാതൊരു ബന്ധവുമില്ല, നന്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഇടുന്നത്. അങ്ങനെ പലയിടത്തും ചാരിറ്റി ആയിട്ടും എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായിട്ടും രജിസ്റ്റർ ചെയ്തായിരുന്നു പല സംസ്ഥാനത്തും പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അവർക്കൊരു ശക്തി വന്നു എന്ന് അവർക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് അവർ ഒന്നിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലാണ് വരുന്നത് ഇന്ത്യയില്. അതുപോലെയായിരുന്നു സിമിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ എല്ലാം ചാലകശക്തിയെ പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഘടനകളുണ്ട്. കാശ്മീരിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ബംഗ്ലാദേശിൽ ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സന്തതി തന്നെയാണ് ഹമാസ് എന്നും പറയേണ്ടി വരും. കാരണം ഈ നമ്മുടെ ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും ഇത്തരത്തിൽ ഉള്ള സംഘടനയാണ് സോളിഡാരിറ്റി
എന്ന് അതെ പറയുന്ന അതെ അതെ. ആ ഒരു പേരൊക്കെ നല്ല രീതിയിലുള്ള സംഘടനയായിരുന്നു. പേരൊക്കെ നല്ല ആ ആ യമണ്ട ആ പേരുകളാണ്. ആ അതായത് സോളിഡാരിറ്റി, സോളിഡാരിറ്റി ഡെമോക്രസി. അല്ല, കേരളത്തിൽ ഇപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിന്റെ പേര് സോളിഡാരിറ്റി തന്നെയാണ്. ഉം അപ്പൊ ഉം ഇതിന്റെ അതേ പേര് തന്നെയാണ് അവര്. ഇത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്. അതാണ് അവര്, ഞാൻ പറഞ്ഞില്ലേ, ഈ സിമി ആയിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും പോപ്പുലർ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടൊക്കെ അടുത്ത ബന്ധം കൊടുക്കുന്ന സംഘടന തന്നെയാണ് ഹമാസ്. അല്ലാതെ അവര് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലുമായിട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ, ഇസ്രായേൽ ഗസ ആക്രമിച്ചത് കൊണ്ട് പെട്ടെന്ന് അവരോട് സ്നേഹം കൂടിയതല്ല. ഇത് അവിടെ നേരത്തെ ഓക്കെ. തന്നെ ഉണ്ട്. പലപ്പോഴും അവരുടെ പരിപാടികളിലൊക്കെ ഈ കൊടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പരിപാടികളിലൊക്കെ ചിത്രം സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊടി അതിനകത്തുണ്ട്. ഇതൊക്കെ ഇന്ത്യ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത് പരസ്യമായിട്ട് ഓക്കെ. വന്നപ്പോൾ ലോകത്തെ എല്ലാ ഉം. മാധ്യമങ്ങളും അത് വീഡിയോ നൽകി, നമ്മൾ അടക്കം അതിന്റെ വീഡിയോ നൽകുകയുണ്ടായി. എന്തായാലും പുതിയ പുതിയ ഹമാസിന്റെ പുതിയ പുതിയ സംഘടനകൾ രൂപീകരിക്കുന്നു കശ്മീരിൽ. അവർ കശ്മീർ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യക്കാർക്ക് അത് ടെൻഷൻ അടിക്കാനുള്ള വിഷയങ്ങളൊന്നുമില്ല. കാരണം നല്ല നട്ടലുള്ള ഒരു ഭരണകൂടം തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ അലയൊലികൾ കാണാം എന്ന് പറഞ്ഞാണ് ഞാൻ സാധാരണ നിർത്തുന്നത്. അലയൊലികൾ ഒന്നും കാണാനൊന്നുമില്ല, കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.